ഫ്രണ്ട്സ് ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല. ഇതവരെ വിളിച്ചപ്പോൾ കസ്റ്റമറല്ല ഓർഡർ ചെയ്താൽ വേറെ ആരാണോ ഓർഡർ ചെയ്തതെന്നാണ് പറയണത്. അവരടുത്ത് വിളിച്ച് പറയാമെന്ന് പറഞ്ഞേക്കണം. ഇത് 10 മിനിറ്റ് കൂടുതലൊക്കെ ആയി. ഇപ്പോൾ ഞാൻ 20 മിനിറ്റ് അങ്ങോട്ടായിരുന്നു. ഇതായിട്ട് അവർ വിളിക്കണമില്ല, ഓർഡർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമല്ലോ. ഞാനിപ്പോൾ അവിടെ പെട്ടിരിക്കും. ഹേ കൂട്ടുകാർ, നമുക്കൊരു ആവറേജായിട്ടൊരു സൊമാറ്റോ ഓടിക്കാൻ എത്ര ഉറപ്പിക്കാൻ പറ്റും നോക്കാം. അതായത് നമ്മൾ ഒരു ആവറേജായിട്ട് 10 മണി തൊട്ട് ഇറങ്ങി ഒരു 5 മണിയിലുള്ള കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഡെലിവറി അടിച്ചിട്ടുണ്ട്. 62 രൂപ ഓർഡറാണ്. ഇത് നമുക്ക് പിക്ക് ചെയ്യാൻ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഡെലിവറി അടിച്ചത് വാം മോമോസിൽ നിന്നാണ്. ഞാൻ അവിടെ എത്തി. ഈ കല്ലമ്പള്ളിയിൽ വാം മോമോസ് എന്നാണ്. നമുക്കിവിടെ വെയിറ്റ് ചെയ്തിട്ട് പിക്കിങ് ഓർഡർ വരുമ്പോഴത്തേക്കും നമുക്ക് പോയി എടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, 2 മിനിറ്റ് നിന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഓർഡർ പിക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് പിക്ക് ചെയ്തിട്ട് പോയിട്ട് വരാം. ഫ്രണ്ട്സിന് അങ്ങനെ ഫസ്റ്റ് ഡെലിവറി തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നേരെ കൊണ്ട് നമുക്ക് ബാഗിൽ സേഫായിട്ട് വെക്കാം. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ വണ്ടിയുടെ അടുത്തെത്തിയിട്ട് ബാഗ് തുറന്ന് വേണ്ടി ഞാൻ സേഫായിട്ട് ഫോട്ടോ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഞാൻ ഇത് നേരെ കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോണ റോഡാണ് ഈ കാണുന്നത്. എനിക്ക് 62 രൂപയുടെ ഓർഡറാണ് അടിച്ചേക്കണം. 9.something കിലോമീറ്റർ ഉണ്ട്. സാധാരണ ഒരു 80 രൂപയുടെ മേളിലോട്ട് കിട്ടേണ്ടതാണ്. അത് എന്താണ് പറ്റിയെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ കസ്റ്റമർ ലൊക്കേഷൻ പോയി ഡെലിവറി അടിക്കുമ്പോൾ പൈസയാണ്. കസ്റ്റമറിൻ്റെ അവിടെ പോയിട്ടുള്ള വിഷ്വൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ഡെലിവറി എടുത്താൽ മാത്രമേ എന്നെ അവിടെ മെൻഷൻ ചെയ്തിരുന്നു. ആ ഓർഡർ കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ഓർഡർ അടിച്ചാൽ അത് നമുക്ക് എടുക്കാൻ പോയിട്ട് വരാം. അങ്ങനെ ഡെലിവറി എടുക്കണം ലൊക്കേഷൻ വന്നപ്പോൾ തന്നെ റെഡി നമ്പറിനോട് വന്ന് ഞാൻ അങ്ങനെ പോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി വീണ്ടും രണ്ടാമത്തെ ഡെലിവറിയുടെ സാധനം എടുത്തുകൊണ്ട് വന്ന് സേഫായിട്ട് നമുക്ക് ബാഗിൽ വെച്ചിട്ട് ശരി അങ്ങനെ ഞാൻ സേഫായിട്ട് ബാഗിൽ ഫുഡ് വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഞാൻ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം. ഞാൻ ഇനിയിപ്പം ഡെലിവേർഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമറിന് ഡെലിവേർഡ് ചെയ്യണത് ഞാൻ വീഡിയോയിലൂടെ ചെയ്യുന്നില്ല. ഫ്രണ്ട്സ്, ഞാൻ ആ ഡെലിവറി കൊടുത്ത സമയത്ത് തന്നെ എനിക്ക് അടുത്ത ഡെലിവറി കൂടെ അടിച്ചായിരുന്നു. നമുക്കിനി അത് എടുത്തിട്ട് അതുകൂടി കൊടുക്കാൻ വേണ്ടി പോകാം. അത് അടിച്ചത് നമുക്ക് തോത്തങ്ങാടാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് പോയി കൊടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി 3rd ഓർഡർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വീണ്ടും പഴയപോലെ തന്നെ സേഫായിട്ട് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇന്നാണ് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എടുക്കുക. ഇത് കുറച്ചും കൂടി സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ള കേസ്. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഷെയ്ക്കാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അടുത്ത ഡെലിവറി ഡെക്കറേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഡെലിവറി കൊടുത്തിട്ട് കാണാമേ. നമ്മൾ ഡെലിവറി ഡെക്കറേഷനിലെത്തി. ഞാൻ അറിയിച്ചു കൊടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഭാഗ്യത്തിന് കസ്റ്റമർ ഗൂഗിൾ പേ തന്നെ പൈസ അയച്ചെന്ന്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി. ആ ഡെലിവറി കൊടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് കാന്താരി എന്നുള്ളൊരു ഡെലിവറി അടിച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി പോയത്. അങ്ങനെ 4ാമത്തെ ഡെലിവറി എടുത്ത് ഇനി നമുക്ക് ഇനി നേരെ കൊണ്ട് കസ്റ്റമറിന് കൊടുക്കാം. ഫ്രണ്ട്സ്, പോത്തങ്കോട് വന്നപ്പോൾ ഒരു പണി കിട്ടി കേസ്. ഇവിടെ ഇല്ല സ്ഥലം കൊഞ്ചിറുവിളി അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ ഇതല്ലെന്നാണ് പറയാം. ഞാൻ പറഞ്ഞു സൊമാറ്റോയിൽ നിന്ന് ഇത്തിരി ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നിൽപ്പുണ്ട്. അപ്പോൾ അവർ കസ്റ്റമർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്താലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഡെലിവറി അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഡെലിവറി ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടി കേസ്. അവർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്താലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിട്ട് വിളിച്ചില്ല. 10 മിനിറ്റ് കൂടുതലായി. ഞാനൊരു ചാനൽ ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങോട്ടാണ് കൊഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോത്തങ്കോട്ടിൽ കുറച്ച് മേലെ നമുക്കെന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കായിരുന്നു നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഇത്തിരി പോകാൻ പറ്റുമായിരുന്നു. വൈകിട്ട് നിൽക്കുകയാണ്. എന്തരാപോന്ന് അറിയില്ല. ഫ്രണ്ട്സ്, ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല. ഇതവരെ വിളിച്ചപ്പോൾ കസ്റ്റമറല്ല ഓർഡർ ചെയ്താൽ വേറെ ആരാണോ ഓർഡർ ചെയ്തതെന്നാണ് പറയണത്. അവരടുത്ത് വിളിച്ച് പറയാമെന്ന് പറഞ്ഞേക്കണം. ഇത് 10 മിനിറ്റ് കൂടുതലൊക്കെ ആയി. ഇപ്പോൾ ഞാൻ 20 മിനിറ്റ് അങ്ങോട്ടായിരുന്നു. ഇതായിട്ട് അവർ വിളിക്കണമില്ല, ഓർഡർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമല്ലോ. ഞാനിപ്പോൾ അവിടെ പെട്ടിരിക്കും. ഫ്രണ്ട്സ്, ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ സൊമാറ്റോനൊക്കെ വിളിച്ച് കോൺടാക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് എങ്ങനെയൊക്കെ ലൊക്കേഷൻ ഞാൻ ചേഞ്ച് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് അവർ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ കോപ്പി ചെയ്ത് എനിക്ക് ചാറ്റിൽ അയച്ചു തന്നു. പക്ഷേ എനിക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അയച്ച് തരാമെന്നാണ് അവർ പറഞ്ഞത് സൊമാറ്റോക്കാർ. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിനാണ് ഇങ്ങനൊരു പണി കിട്ടണം. ഇനിയിപ്പോൾ അവിടെ പോയി ഡെലിവേർഡ് കൊടുക്കുമ്പോഴത്തേക്കും വരുമോയെന്നും അറിയത്തില്ല. അപ്പം അവർ തന്നെ അപ്ഡേറ്റ് ചെയ്തോളാം, നിങ്ങൾ ഡെലിവേർഡ് ചെയ്യാനാണ് പറയണത്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നോക്കാം.
അവിടെ പോയി ഡെലിവറി ചെയ്തിട്ട് കാണാം. ഞാൻ ലൊക്കേഷൻ കഴിഞ്ഞ് പോയി, ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് താണ്ട് ഈ സ്ഥലത്താണ് ഞാൻ ഡെലിവറി ചെയ്യേണ്ട സ്ഥലം. ഇവിടെയാണ് ഞാൻ ഡെലിവറി ചെയ്യേണ്ടത്. ഇവിടുത്തെ പണി കിട്ടി, സാധനം കിട്ടി. എനിക്ക് അങ്ങ് കുഴപ്പമില്ല, അങ്ങ് പുറത്തേം കൂടെ കാണിച്ചു, അതാണ് പ്രശ്നം. അത് സ്ഥലം കഴിഞ്ഞ് പോയോണ്ട് ഞാൻ കറങ്ങി വന്നു. നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ്. ഞാൻ ആ ഡെലിവറി എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തു ഫ്രണ്ട്സ്. അവർ വിളിച്ച് എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ആ ലൊക്കേഷൻ മാറ്റി ചേഞ്ച് ചെയ്തായിരുന്നു. ഞാനിപ്പം നിൽക്കുന്നത് നമ്മളെവിടെയാണ്, അവിടെ അപ്പുറത്തായിരുന്നു ഞാൻ കൊടുക്കാൻ പോയിരുന്നു. ആ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പം. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞാൻ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് 107 ദിവസം ഞാൻ ഡെലിവറിക്ക് കിട്ടിയായിരുന്നു. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 3 മണിയായി. മറ്റേ ഈ ഡെലിവറി കൊടുക്കാൻ അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ എടുത്തു. അതാണ് ഇത്ര പണിയായത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് ബാക്കി ഡെലിവറി എടുക്കാമെന്ന് കൊണ്ടാണ് നിൽക്കണം. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഞാൻ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് ഇന്നപ്പോൾ തന്നെ അടുത്ത ഡെലിവറി അയച്ച്, അതും കാന്താരി തന്നെയാണ്. നമുക്ക് ഇനി ആ ഡെലിവറി എടുത്തിട്ട് കൊടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, ഞാൻ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. കംപ്ലീറ്റ് ചെയ്തപ്പം ക്യാഷ് ഓൺ ഡെലിവറി തന്നെ, അതും ഭാഗ്യത്തിന് ജീപ്പ് തന്നെ ചെയ്ത് കിട്ടി. ഞാനിപ്പോൾ ഒരു വണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഓർഡർ കൊടുത്തിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഏവൻ റിസോർട്ടിൽ നിന്നൊരു ഡെലിവറി ഓർഡറും കൂടെ അടിച്ചു. പിന്നെ അതും കൂടെ എടുത്തിട്ട് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിപ്പം കിട്ടിയ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത്, ആ ഓർഡർ ഫ്ലാറ്റിനകത്തായിരുന്നു കൊടുക്കാനുള്ള പാങ്ങ പറയൽ. ഫ്ലാറ്റിനകത്ത് കൊടുത്ത് ഫ്ലാറ്റിൽ കിട്ടുന്ന ഓർഡറിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഏതാണ് റൂം എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. ചിലയിടത്തൊക്കെ മാത്രം റിസപ്ഷനിൽ അല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ഓഫീസിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് അകത്ത് തന്നെ കൊണ്ട് കൊടുക്കാനുണ്ട്. പിന്നെ കൊടുത്തിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം. അടുത്ത ഓർഡർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ച്, ഇനി നമുക്ക് അതെടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, അടുത്ത ഓർഡർ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട്. നമുക്ക് ഒരു 3 മിനിറ്റാണ് വെയിറ്റിംഗ് ടൈം വന്നിരിക്കണം. നമ്മുടെ ഡെസോപ്പിൽ നിന്നാണ് ഓർഡർ എടുക്കാനുള്ളത്. ഇനിയിപ്പോൾ അത് റെഡി ആവണേൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, എനിക്ക് ആ ഡെലിവറി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അടുത്ത ഓർഡർ അടിച്ചായിരുന്നു. എനിക്ക് അവിടെ പിസ്സ ഹട്ടിൽ നിന്നാണ് ഓർഡർ അടിച്ചത്. ഞാൻ ആ ഓർഡർ എടുക്കാനായിട്ട് വന്ന് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് വെയിറ്റിംഗ് ടൈം. ഗൈസ്, ആ 2 ഡെലിവറി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ 5 മണിയായിരുന്നു. 5 മണിയായി പിന്നെ ഓൺലൈനിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഷിഫ്റ്റ് എടുക്കുന്ന അനുസരിച്ചാണ്. ഞാൻ ഇൻസെൻറ്റീവ് അടിക്കണില്ല ഇന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എത്ര രൂപ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇപ്പം ഏകദേശം 650 അടുപ്പിച്ച് എനിക്ക് കിട്ടി. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയിൽ എനിക്കിത് 3-4 ഡെലിവറിയും കൂടി കിട്ടിയായിരുന്നു. ഞാൻ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വീട്ടിൽ ലെങ്ത് കൂടുതലുണ്ട്. ഇത്രയുള്ള ഈ വീഡിയോ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ.